വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ വിതരണം പ്രതിസന്ധിയിലെന്ന ആരോപണം. പെൻഷൻ കിട്ടാതായിട്ട് മാസങ്ങളായെന്ന വിരമിച്ച അംഗനവാടി ജീവനക്കാർ. 1974 ICDS ആരംഭിച്ചത്. ICDS ആരംഭിക്കുമ്പോഴത്തേനും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമ്മമാരുടെയും ഗർഭിണികളുടെയും ശിശുക്കളുടെയും സർവതോന്മുഖമായ വളർച്ചയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തീരുമാനിച്ചിരുന്നത് മാതൃമരണ നിരക്ക് കുറയ്ക്കുക, ശിശു മരണ നിരക്ക് കുറയ്ക്കുക. ഇതും ഏതാണ്ടൊരു 95% എത്തിക്കാനായിട്ട് ICDS പ്രവർത്തകരെ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ICDSന്റെ നട്ടെല്ലാണ് അംഗൻവാടി. അപ്പൊ ഇത്രയും ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഞാനിവിടെ ചുരുക്കി പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ കൂടി നടത്തുന്നുണ്ട് ഗവൺമെന്റ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ വളരെ തുച്ഛം. തുടങ്ങിയപ്പോൾ 175 രൂപ അംഗൻവാടി വർക്കർക്കും 50 രൂപ ഹെൽപ്പർക്കുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി, അതൊക്കെ മെച്ചം വന്നു. അപ്പോൾ അതനുസരിച്ച് പണത്തിന്റെ നിലവാരം കുറയുകയും സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാനുള്ളത്, ഞങ്ങളെല്ലാവരും പെൻഷനായ ആളുകളാണ്. ഞങ്ങൾക്ക് പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല. 6 മാസത്തെ കുടിശ്ശികയുണ്ട്. ആ പൈസ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. തുടർന്നും വിരമിച്ച അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ വിതരണം പ്രതിസന്ധിയിലെന്ന് ആരോപണം. വിരമിച്ച അംഗൻവാടി ജീവനക്കാരെ സംസ്ഥാന ബജറ്റിലും പരിഗണിച്ചില്ലെന്ന് വിരമിച്ച അംഗൻവാടി ജീവനക്കാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 62 വയസ്സുവരെ കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണവും വിദ്യയും നൽകി വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള തുച്ഛമായ തുകയാണ് പെൻഷനായി ലഭിക്കുന്നത്. നിലവിൽ വർക്കർമാർക്ക് 2500 രൂപയും ഹെൽപ്പർമാർക്ക് 1500 രൂപയുമാണ് പെൻഷൻ ലഭിക്കുന്നത്. വിരമിച്ച അംഗൻവാടി ജീവനക്കാരിൽ അധികവും വിധവകളും നിരവധി രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. 1993 ആരംഭിച്ച ക്ഷേമനിധിയിൽ വർക്കർമാർ 500 രൂപയും ഹെൽപ്പർമാർ 250 രൂപയും എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 33,150 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. പ്രതിമാസം ഒരു സെന്ററിൽ നിന്നും 750 രൂപ പ്രകാരം ക്ഷേമനിധിയിലേക്ക് അടയ്ക്കണം. സർക്കാരിന് ഒരു മാസം 2,48,62,500 കോടി രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്നാണ് പെൻഷൻ നൽകുന്നത്. എന്നിട്ടും കൃത്യമായി പെൻഷൻ നൽകുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. KM രാധാമണി, VV ഗിരിജ, ലീല ഭരതൻ, K രമാദേവി, PK രാധമ്മ, കുസുമലത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.